ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 28 ആണ് ഇന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ചലഞ്ച് ഡേ അവസാനിക്കാറായി കേട്ടോ. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡേയിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഹെയർ പാക്ക് ഉണ്ട്. അപ്പം ഈ ഒരു ഹെയർ പാക്കിന് എങ്ങനെയാണ് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ മുടിയിൽ ഫസ്റ്റ് ഒന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇനി മുടി ഒന്ന് ജസ്റ്റ് ബാക്കിലേക്കും കൂടി ഒന്ന് ചെയ്യി കൊടുത്തിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എന്തായാലും ഇൻവേർഷൻ മെത്തേഡ് ഡെയിലി ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് പറ്റണ നേരത്ത് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പം മുടി ഒന്ന് ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുടി ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കും കൂടി ചെയ്യുക ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ തലേദിവസം നൈറ്റ് ഓയിൽ സ്കാൽപ്പിൽ മാത്രം ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മുടിയുടെ ലെങ്തിൽ ഇപ്പം കുറച്ച് ഓയിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലാണ് നമ്മൾ ഇന്നത്തെ ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡേയിൽ ഞാൻ ഇതിനു മുൻപ് ഫ്ലാക്സ് സീഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഉലുവയ്ക്ക് പകരമായിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡേയിൽ ഉലുവയ്ക്ക് പകരമായിട്ടല്ല ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ് ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് കേട്ടോ, ഉലുവയല്ല കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ഇനി വാങ്ങാത്ത ആരെങ്കിലും കയ്യിലില്ലാത്ത കാരണം ഞാൻ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉലുവയ്ക്ക് പകരമായിട്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉലുവ തന്നെ ഇന്നത്തെ ഡെയിലി യൂസ് ചെയ്യാം. അപ്പം ഫ്ലാക്സ് സീഡ്സ് ഉള്ള ആൾക്കാർ ഫ്ലാക്സ് സീഡ്സ് തന്നെ എടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളപ്പോൾ ആ ഒരു വീഡിയോ പോയി ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ ഒരു ജെല്ല് എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ പാക്കുകളും പോലെ തന്നെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ജെല്ല് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും മഴയൊക്കെ കിട്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ആ ഒരു സമ്മറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം മഴയും ആകെ മൊത്തത്തിൽ തണുപ്പായിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കാലാവസ്ഥ അറിയില്ല കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലോണം മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നെറ്റ് ഇയറിൻ്റെ സ്ഥലത്തൊക്കെ, അതായത് ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. നമ്മൾ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എത്ര സമയം വെച്ചേക്കണമെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം പറ്റുമോ അത്ര സമയം. അപ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുടിയുടെ ലെങ്തിലേക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. മുടിയുടെ ലെങ്സിലേക്കും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തോളൂ. ഇതിൽ ഞാനൊരു 4 സ്പൂൺ, ചെറിയൊരു 4 സ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി വേണമെങ്കിൽ ഒരു എഗെയിൻ ഒരു 4 സ്പൂണും കൂടി എടുത്തേക്കാം.
അപ്പോൾ തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപായിട്ട് നിങ്ങൾ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്ത് വെയിറ്റ് ചെയ്ത ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏകദേശം അപ്ലൈ ചെയ്ത് തീരാറായി കേട്ടോ. അപ്പം ഇന്നത്തെ ഡേ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നാളത്തെ ഡേ വെറുതെ ഓയിലിംഗ് മാത്രമേ ഉള്ളൂ. നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇന്ന് നൈറ്റ് ഓയിൽ ചെയ്തിട്ട് കിടക്കാം. നാളെ മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നാളെ നിങ്ങൾ എപ്പോഴാണോ കുളിക്കണതിൻ്റെ അതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ. അപ്പോൾ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ മുടി മേലെ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ.